എന്റെ ദൈവമേ, കീക്കോ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായി സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. കീക്കോയുടെ സ്റ്റണ്ടിനെ കുറിച്ച് ഒരു 2 വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ അമേസിംഗ്. ഇത് സാധാരണ അമേസിംഗ് അല്ല, അതിഭയങ്കര അമേസിംഗ്. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതൊരു അമേസിംഗ് ഓണിയൻ റിംഗ് ആണ്. അപ്പൊ ശരി, ഇന്നത്തെ സ്കേറ്റ് പ്രാക്ടീസ് ഇവിടെ വെച്ച് അവസാനിച്ചു. കിക്കോ, നിന്റെ സ്കേറ്റിംഗ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്. നിന്നെ പോലെ ഞാനും സ്കേറ്റിംഗിൽ സ്റ്റണ്ട് ചെയ്യും. വേണ്ട ഡോഡോ, ഞാനിപ്പോ ചെയ്ത സ്റ്റണ്ടില്ലേ, അത് ഞാൻ വളരെ കാലത്തെ പ്രാക്ടീസിന് ശേഷം ഇൻസ്ട്രക്ടറുടെ ഗൈഡൻസോടെയാ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരും ഇതുപോലെയുള്ള സ്റ്റണ്ട് ചെയ്യാൻ പാടില്ല. ഇത് അപകടം പിടിച്ച കളിയാണ്. കീക്കോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ചട്പട്ട് അങ്കിൾ, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എങ്ങോട്ടാ പോന്നേ? അതേതായാലും കലക്കി സാർ. എന്തൊരു അടിപൊളി ബ്രേക്കാ. ഞാനത് ഡയറിയിൽ നോട്ട് ചെയ്തേക്കാം സാർ. മാറ്റങ്ങൾ ഒരിക്കലും മാറില്ല. പുതിയ പുതിയ മാറ്റങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർ ആവിഷ്കാർ സിംഗ് പുത്തം പുതിയ ഒരു സാധനം കണ്ടുപിടിച്ചിരിക്കുക. ഞങ്ങളിപ്പോ അത് കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് നിൽക്കൂ ചട്പട്ട് സാർ. ഞാനില്ലാതെ ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങൾ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാവില്ല സാർ. കാര്യം ശരിയാ. ജൂനിയർ ഡിറ്റക്റ്റീവ് അങ്കിൾ അവിടെ ഇല്ലെങ്കില് അപ്പൊ ചട്പട്ടങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇപ്പഴാ ഞാൻ ഓർത്തത്. ഞാനൊരൽപ്പം ലസ്സി കുടിച്ചോട്ടെ. നമ്മളും കൂടി ചെന്ന് ഡോക്ടർ ആവിഷ്കാർ അങ്കിളിന്റെ കണ്ടുപിടുത്തം എന്താന്ന് നോക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ലെറ്റ്സ് ഗോ. ഡോക്ടർ ആവിഷ്കാർ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കണ്ടുപിടുത്തം എന്താണെന്ന് കാണിക്കൂ. വേഗമാവട്ടെ. ആദ്യത്തെ കാര്യം, എന്റെ പേര് ഡോക്ടർ ആവിഷ്കാരേ എന്നല്ല, പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സിംഗ് എന്നാണ്. അയ്യോ, ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ പറയാൻ വന്ന കാര്യം മറന്നുപോയി കാണണം. ഡോക്ടർ ആവിഷ്കാർ എന്നല്ല, ഡോക്ടർ ആവിഷ്കാർ സീൻ എന്ന് പറയൂ കുട്ടികളെ. അയ്യോ, എനിക്കിപ്പോ തോന്നുന്നതേ ഇയാൾക്ക് തന്റെ പേരല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ലായിരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ. നിങ്ങളുടെ ആ പുത്തൻ പുതിയ കണ്ടുപിടുത്തം ഒന്ന് കാണിക്കാമോ? മേയർ അങ്കിൾ ഇപ്പൊ അതിനെക്കുറിച്ചാ സംസാരിക്കുന്നേ. ഇൻവെൻഷനോ? അതെ, അത് ശരിയാ. അതിപ്പോഴാ ഞാൻ ഓർത്തത്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് മറക്കുന്ന രോഗമൊന്നും ഇല്ലെന്നേ. കണ്ടോ, ഡോക്ടർ ആവിഷ്കാർ സേനിന്റെ പുത്തം പുതിയ കണ്ടുപിടുത്തം. ഈ ലോകത്തിൽ വെച്ച് ഇതാണ് ഏറ്റവും വലിയ റോക്കറ്റ്. ഈ റോക്കറ്റ് കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഈ വർഷത്തെ ദീപാവലിക്ക് ഇത് ഞാൻ തന്നെ അങ്ങ് കത്തിച്ചേക്കാം. ടംബോണ, ഈ വർഷത്തെ ദീപാവലി എപ്പോഴാണ് വരുന്നത്? മേയർ, നിങ്ങൾ ഇത് എന്താ വിവരമില്ലാതെ സംസാരിക്കുന്നേ? ഇത് ദീപാവലി ദിവസം ബോട്ടിലിനകത്ത് വെച്ച് തീ വെച്ച് പൊട്ടിക്കുന്ന റോക്കറ്റ് ഒന്നുമല്ല, പക്ഷേ സാറ്റലൈറ്റിനെ സ്പേസിലേക്ക് കൊണ്ടു ചെല്ലുന്ന റോക്കറ്റ് ആണിത്.
പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ റോക്കറ്റ് ഒരേ സമയത്ത് 75 സാറ്റലൈറ്റ്സിനെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന കപ്പാസിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഇത് വളരെ പവർഫുൾ ആണ് അർത്ഥം അല്ലേ? അതെ കീക്കോ, ഇത് വളരെ വളരെ പവർഫുൾ ആയതാണ്. ഒരു പക്ഷേ ഇത് താഴെ വീണ് ബ്ലാസ്റ്റ് ആയാൽ ടോട്ടൽ സിറ്റിയും അടയാളമില്ലാതെ നശിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് ആയ കാര്യം തന്നെയാണ്. മമ്മി, ഞാനിപ്പോ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഇതിൽ പേടിക്കാൻ ഒന്നുമില്ലെന്നേ. ഈ റോക്കറ്റ് അല്ലേ, ഇതിനെ ഈ ട്രിഗർ ഡിവൈസ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ. അതായത് ഈ ട്രിഗർ ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ റോക്കറ്റിന്റെ 1 കിലോമീറ്റർ റേഡിയസിൽ വെച്ച് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഈ റോക്കറ്റ് ട്രിഗർ ഡിവൈസ് വെച്ച് എപ്പോ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ട്രിഗർ ഡിവൈസ് റോക്കറ്റിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലുണ്ടാവണം അല്ലേ? കറക്റ്റ് കീക്കോ. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിഗർ ഡിവൈസിനെ വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പോവുക. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. തൊട്ടടുത്ത് എവിടെയോ അപകടം ഉണ്ടെന്നാ തോന്നുന്നേ. അയ്യോ! ശിവ, ഈ റോക്കറ്റിന്റെ ട്രിഗർ ഡിവൈസ് എവിടെ പോയി? സർപ്പട്ട് സ്വാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആയേക്കും. അവൻ രക്ഷപ്പെട്ട് ഒരുപാട് ദൂരെ പോയല്ലോ. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം അവനെ ഫോളോ ചെയ്യേ. അവൻ റോക്കറ്റിന്റെ ട്രിഗർ ഡിവൈസ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കാം. ബ്രോ, ആ കള്ളൻ എവിടെ ചെന്നാലും നമ്മൾ അവനെ മടക്കി പിടിച്ചിരിക്കും. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 1 2 3. ജെറ്റ് സ്പീഡിൽ മുമ്പോട്ട് പോ. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 1 2 3.
സൂപ്പർ സ്പീഡോ, എനിക്ക് തോന്നുന്നത് സർപ്പറ്റ് സാമിയെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഫോർമുല നമ്പർ 129 അപ്ലൈ ചെയ്യണമെന്നാ. നിനക്കെന്ത് തോന്നുന്നു? നീ പറഞ്ഞത് ശരിയാണ് കീക്കോ, ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. ആക്ടിവേറ്റിംഗ് ഫോർമുല 129. ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 21. അല്ലെങ്കിൽ നമ്മുടെ വലയിൽ നമ്മൾ തന്നെ കുടുങ്ങിപ്പോവും. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 21. ഹലോ, നിങ്ങൾ ശരിക്കുമുള്ള സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞല്ലോ അല്ലേ? യെസ് ബോസ്, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ വന്നോളൂ. അത് കലക്കി. ഇപ്പൊ ഈ കീക്കോയ്ക്കും സൂപ്പർ സ്പീഡോയ്ക്കും ബൈ ബൈ പറയേണ്ട സമയമായി. ഇങ്ങോട്ട് വാ കീക്കോ. സട്പത് സാമി, ഞാൻ ഇതാ ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ, നമുക്ക് ഈ റോക്കറ്റിനെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല കീക്കോ, ആ ട്രിഗർ ഡിവൈസ് ഇല്ലാതെ നമ്മളെ കൊണ്ട് ഈ റോക്കറ്റിനെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. അതുകൊണ്ട് ആ ട്രിഗർ ഡിവൈസിനെ എന്ത് വില കൊടുത്തും സട്പട്ട് സാമിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തേ പറ്റൂ. ഒരു പക്ഷെ അവൻ റോക്കറ്റിൽ നിന്നും 1 കിലോമീറ്റർ ദൂരെ നിന്ന് ആ ട്രിഗർ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്താൽ അപ്പൊ ആ റോക്കറ്റ് ഇവിടെ തന്നെ ഈ സൺസിറ്റിയിൽ തന്നെ പൊട്ടിച്ചിതറും. അതോടെ ടോട്ടൽ സൺസിറ്റിയും അടയാളമില്ലാതെ ചിതറും. നമ്മളിപ്പോ ശരിക്കും ഒരു ഡേഞ്ചറസ് സോണിലാണ്. മമ്മി, നമ്മുടെ ഈ സൺസിറ്റി നശിച്ചു പോകാതെ എങ്ങനെയെങ്കിലും നോക്കൂ. അയ്യോ മേരെ, ഇത് കരയാനും പോകാനുള്ള സമയമല്ല മേരെ. കീക്കോയും സൂപ്പർ സ്പീഡോയും ആ സർപ്പറ്റ് സാമിയെ ഡീൽ ചെയ്തോളും. ഞാനൊന്നും പേടിച്ചിട്ടല്ല കരയുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരും. ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ അങ്ങ് കരഞ്ഞു പോകും. നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യവും മനസ്സിലാവാത്തത്, ആ സർപ്പറ്റ് സാമി റോക്കറ്റിന്റെ ട്രിഗർ ഡിവൈസ് എടുത്തോണ്ട് പോയല്ലോ. പക്ഷേ അത് വെച്ച് അവൻ എന്താ ചെയ്യാ? വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഘട്ട് എന്ന ശബ്ദം കേൾക്കും. പാർസൽ ശരിക്കുള്ള ആളെടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ അവനെ ഡിറ്റക്റ്റീവ് ചട്പട്ട് എന്ന് പറയും. ഈ പെൻഡ്രൈവ് ആരോ കീക്കോയ്ക്ക് വേണ്ടി വിട്ടേച്ചു പോയിരിക്കുക. ബഡി, സർപ്പറ്റ് സാമി എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 40. ഈ പെൻഡ്രൈവിൽ എന്താ ഉള്ളതെന്നൊന്ന് കാണിക്കേ. ഷുവർ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 40. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകും. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ച് കാണും. ഞാൻ ആ ട്രിഗർ ഡിവൈസ് എന്തിനാ അടിച്ചു മാറ്റിയെന്ന് ആലോചിക്കായിരിക്കില്ലേ? ഞാൻ വിചാരിച്ചത് ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് സൺ സിറ്റിയിൽ വെച്ച് തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്താൽ നിങ്ങളെ എല്ലാം നശിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നെ കൊണ്ടത് ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങൾ അതിനെ തടഞ്ഞു നിർത്താൻ ഒരു വഴിയുണ്ട്. എന്റെ ഡിമാൻഡ്സ് നിങ്ങൾ നിറവേറ്റിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. സർ പറയൂ, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? വേഗം പറയൂ. അയ്യോ മേരെ, ഇതുപോലുള്ള സമയത്ത് ഇമോഷണൽ ആകാൻ പാടില്ല. അത് വീഡിയോ ആണ്, വെറും വീഡിയോ. എന്റെ ആദ്യത്തെ കണ്ടീഷൻ, ഞാനൊരു എംപ്റ്റി സൂട്ട് കേസ് നിങ്ങൾക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് പണം നിറച്ചു വെച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണം.
രണ്ടാമത് കണ്ടീഷൻ എന്താണെന്നറിയോ? ആ പണം നിറച്ച സൂട്ട് കേസ് കീക്കോ തന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരണം. പക്ഷെ അവൻ ആ വാച്ച് അവന്റെ കയ്യിൽ നിന്നും ഊരി വെച്ചിട്ട് വേണം വരാൻ. ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു കാര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ സ്പീഡോ ഇല്ലെങ്കിൽ കീക്കോയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാ. ഇല്ല കീക്കോ, ഞാൻ നിന്നെ എങ്ങോട്ടും തനിച്ചു പോകാൻ അനുവദിക്കില്ല. അത് അപകടം പിടിച്ച കളിയാണ്. സൺസിറ്റിയെ രക്ഷിക്കാനായിട്ട് ഞാൻ ഏത് റിസ്കും എടുക്കാൻ തയ്യാറാണ് സൂപ്പർ സ്പീഡോ. വേണ്ട കീക്കോ, എന്നെയും നിന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകൂ. ഐ എം സോറി ബഡി, എന്റെ കയ്യിൽ മറ്റൊരു വഴിയുമില്ല. സൺസിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ R7 ഊരി വെച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7ന്റെ അകത്തേക്ക് പോട്ടെ സൂപ്പർ സ്പീഡോ കാർ. ട്വിങ്കിൾ, ഈ R7 നിങ്ങൾ വളരെ സൂക്ഷിച്ചു വെച്ചേക്കണം. ഇതിനപ്പുറം ഞാൻ തനിച്ചാണ് പോകേണ്ടത്. R7 സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് കീക്കോ. ഓൾ ദി ബെസ്റ്റ് കീക്കോ. എനിക്ക് ഉറപ്പുണ്ട് നീ ഉള്ളതുവരെ റോങ്ങിനെ റൈറ്റിനെ തോൽപ്പിക്കാൻ പറ്റില്ല. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാണ്. എന്റെ കാശുമായിട്ട് നീ ഇങ്ങോട്ട് വന്നത് ഏതായാലും നല്ല കാര്യമാണ് കീക്കോ. നിന്റെ വാച്ച് ഇല്ലാതെ നീ ഇങ്ങോട്ട് വന്നത് വളരെ തെറ്റാണ്. ഇനി ഒരു പക്ഷേ സൺസിറ്റി വേണമെങ്കിൽ രക്ഷപ്പെടും, പക്ഷെ നീ ഒരിക്കലും രക്ഷപ്പെടില്ല. സർപ്പട്ട് സാമി, നീ ഇപ്പൊ ചെയ്യുന്നതെല്ലാം വളരെ വലിയ തെറ്റാണ്. ഞാൻ നിന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാ, ആ റോക്കറ്റിന്റെ ട്രിഗർ ഡിവൈസ് എനിക്ക് തിരിച്ചു തന്നേക്ക. ആണോ? ഇത് നിനക്ക് വേണോ? എന്നാ ശരി, വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോ. ഇന്നാ പിടിച്ചോ, വന്നെടുത്തോ. ഇപ്പൊ ടോട്ടൽ ലോകത്തിനും മനസ്സിലാവും സൂപ്പർ സ്പീഡോ ഇല്ലാതെ കീക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാ. അവസാനമായി ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആ ട്രിഗർ ഡിവൈസ് എനിക്ക് തിരിച്ചു തന്നേക്ക. ഇത്രയ്ക്കും അടിമയടിച്ചിട്ട് നിനക്ക് തൃപ്തി ആയില്ലല്ലേ? ശരി, ഓക്കെ, നിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തേക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് കാണാം. നീ എത്ര കാശ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സർപ്പട്ട് സാമിയെ നീ പറ്റിച്ചിരിക്കുകയാണല്ലേ? നല്ലോണം നോക്കിക്കോ കീക്കോ. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ഒരു വഴിയാക്കി കാണിച്ചു തരാം. എന്നിട്ട് ടോട്ടൽ സൺസിറ്റി ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. നോക്കിക്കോ. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഞാൻ എസ്കേപ്പ് ആകും. സോറി കീക്കോ, ഞാൻ തോറ്റുപോയി. ദേവി തന്നെ തല്ലരുത്. ഇന്നാ പിടിച്ചോ ട്രിഗർ ഡിവൈസ്.
നീ എന്നെ തോൽപ്പിച്ചതിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിക്കാൻ പോവുക. ഞാൻ ആ റോക്കറ്റിൽ നിന്നും 1 കിലോമീറ്റർ ദൂരെ നിന്നോണ്ട് ആ റോക്കറ്റിനെ ട്രിഗർ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുക. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാ. ഇനിയൊരു പക്ഷെ നീ സൂപ്പർ സ്പീഡോയെ വിളിച്ചാലും ശരി, പക്ഷെ ഞാൻ സൺസിറ്റിയെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാ. ട്വിങ്കിൾ, വേഗം R7 ഇങ്ങ് താ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സർപ്പറ്റ് സാമി ആ ട്രിഗർ ഡിവൈസുമായി റോക്കറ്റിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോയിരിക്കുക. റോക്കറ്റിൽ നിന്ന് 1 കിലോമീറ്ററിന്റെ അടുത്ത് അവൻ പോകാതിരിക്കണം, അല്ലെങ്കിൽ അവൻ റോക്കറ്റ് ബ്ലാസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ നമുക്കിപ്പോൾ സർപ്പട്ട് സ്വാമിയെ കിങ്സ് കോർണർ സിഗ്നലിന്റെ മുൻപിൽ വെച്ച് മടക്കി പിടിക്കാം. ഒരുപക്ഷെ അവൻ ആ സിഗ്നൽ ക്രോസ് ചെയ്താൽ ട്രിഗർ ഡിവൈസ് ആക്ടിവേറ്റ് ആയി പോവും. സൂപ്പർ സ്പീഡോ, ലെറ്റ്സ് ഗോ. സർപ്പട്ട് സാമിയെ ഫോളോ ചെയ്യുന്നൊന്നും ഈസിയായ കാര്യമല്ലടാ കൊച്ചു ചെക്ക. സർപ്പട്ട് സാമി ഒരു വില്ലനാണ്. കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് എസ്കേപ്പ് ആകുന്നവനാ. ഈ സിഗ്നൽ ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റിന്റെ റേഞ്ചിനകത്തെത്തും. പിന്നെ ഈ സൺസിറ്റിയിൽ ഒരു അതിഭയങ്കര ബ്ലാസ്റ്റ് നടക്കും. സൂപ്പർ സ്പീഡോ, സർപ്പറ്റ് സാമി ആ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന തോന്നുന്നേ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 12. ഓക്കെ ബ്രോ, ഒരല്പം സൂക്ഷിക്കണം. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 12. ഇനി വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. നാടും ചുറ്റി നഗരം ചുറ്റി അവസാനം എന്റെ കാൽക്കഴിയിൽ വന്ന് കിടക്കുന്നത് കണ്ടില്ലടാ മൊട്ടത്തലയാ. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ ദൈവമേ, ഇവിടെ എന്തുമാത്രം ഉയരമുള്ള മലകളാ ഉള്ളത്. ഏതായാലും ഇപ്പൊ ഞാനൊരു അല്പം ഉരുളക്കിഴങ്ങ് കഴിച്ചോട്ടെ. ഈ അത്ഭുത കാഴ്ചയെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ breathtaking. അത്ഭുത കാശ് എന്ന് പറയുമ്പോഴാണ് ഓർത്തത്, നമ്മൾ കീക്കോയെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്കിപ്പോ തോന്നുന്നത് കീക്കോയും നമ്മൾക്കൊപ്പം ഈ ട്രെയിനിൽ തന്നെ വന്നിരുന്നെങ്കിൽ നന്നായേനെ. ഇത്രയും ഉയരം കൂടിയ മലകളിൽ കയറി വരണം എന്നൊക്കെ പറഞ്ഞ റിസ്ക് ആയ കാര്യല്ലേ.
കൊച്ചുകുട്ടികൾ ട്രെയിനിന്റെ വേഗത്തിൽ ഓടി ജയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ട്രെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ സർ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. അയ്യോ ഡിറ്റക്റ്റീവ് ചട്പട്ടെ, എന്തുവാണോ താൻ അവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മനസ്സിലാവുന്ന വിധത്തിൽ സിമ്പിൾ ആയിട്ട് പറ. ചട്പട്ട് സർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ ട്രെയിൻ ചെന്നെത്തുന്നതിന് മുമ്പ് മലയുടെ കൊടിമുടിയിൽ ചെന്നെത്തുന്ന പറയുന്നത്. ദേ അങ്ങോട്ട് നോക്ക് കീക്കോ. അതെനിക്കറിയില്ല. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ കൊണ്ട് മേലെ എത്താൻ പറ്റില്ല. കണ്ടില്ലേ, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് കീക്കോയിനെ കൊണ്ട് എത്താൻ പറ്റിയില്ല. ഹേ, നിന്റെ കോൺസെൻട്രേഷൻ എവിടെയാ? നമ്മുടെ ഹീറോ ദേ അവിടെയോട്ട് നോക്ക്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കും. ഞങ്ങളുടെ ടോണി ബോസ് ഒരു കോമഡി പീസാണ്. കലക്ക് കേക്കോ, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അടുത്തതായി ഞാനും നിന്നെ പോലെ മൗണ്ടൻ ക്ലൈംബിംഗ് ചെയ്യും. വേണ്ട ഡോഡോ, അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് മല കയറാൻ നല്ല ട്രെയിനിങ് ഉണ്ട്. മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമ്പോ സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഞാൻ സ്വയം കയറുകൊണ്ട് കെട്ടിയതാ. ആരും ട്രെയിനിങ് ഇല്ലാതെ എക്സ്പെർട്ടിന്റെ അഡ്വൈസും ഇല്ലാതെ ഇതുപോലെ അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യരുത്. കീക്കോ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. അയ്യോ, പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്. അതായത് നമ്മളെല്ലാവരും ഈ ഹിൽ സ്റ്റേഷനിൽ എന്തിനാ വന്നിരിക്കുന്നത്? ടിംപോണ്ണ, അവിടെ ഒരു പഴയ കൊട്ടാരമുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ശില്പവുമുണ്ട്. ശില്പം ആന്റിക് ആയതുകൊണ്ട് വളരെ കോസ്റ്റ്ലിയുമാണ്. ആ ശില്പം ആരോ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചട്പട്ടങ്കളിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ സ്റ്റാച്ചു കാണാൻ ഇവിടെ എന്തുമാത്രം കൂട്ടമാ നിക്കുന്നെ. ഈ ഗ്യാപ്പില് ഞാനൊരു ഹോട്ട് ഡോഗ് കഴിച്ചോട്ടെ. കൊല്ലൻ കൊല്ലൻ, ശില്പം അടിച്ചു മാറ്റുകയാണ്. ശില്പം അടിച്ചു മാറ്റുന്നു. പക്ഷേ അതിന് സെക്യൂരിറ്റിക്ക് വേണ്ടി അകത്ത് ഒരുപാട് ഗാർഡ്സ് നിപ്പുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ 4 ഭാഗത്തും കൊക്കയാണ്. ഇവിടെ വന്നു പോകാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അകത്ത് വന്ന ആ കള്ളനെ അകത്തുള്ള ഗാർഡ്സിന് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്താ അങ്ങനെ അടിച്ചു മാറ്റിയത്? ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ അകത്തുനിന്നാണ് വരുന്നത്. ഒരു മിനിറ്റ് ഗാർഡ് അങ്കിൾസ്, ദേ നോക്കൂ, നിങ്ങൾ ഈ ശില്പം അടിച്ചു മാറ്റി വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ അപേക്ഷിക്കുകയാണ്, പ്ലീസ് ആ ശില്പം അവിടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്കാം. നിനക്ക് വേണ്ടി ഞാൻ ആ ശില്പം വിട്ടു തരുന്നു. അവൻ ആ സ്റ്റാച്യുവിനെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മമ്മി, ഇപ്പോൾ ആ സ്റ്റാച്യു തകർന്ന് തരിപ്പണമായി കാണും. അക്കടെ പക്കടെ ബോംബെ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോകും. ഗോ ഗോ ഗോ.
അത് ടൈം ബോംബ്സ് ആണ്. ഒരുപക്ഷെ അത് പൊട്ടിത്തെറിച്ച ഈ കൊട്ടാരം മുഴുവനും തകർന്നു വീഴും. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ പാലസിന്റെ റൂഫിൽ ബോംബ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്ലൈ ഫോർമുല നമ്പർ 245. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 245. സൂപ്പർ സ്പീഡോ, നീ ബോംബ്സിന്റെ കാര്യം നോക്കിക്കോ. അപ്പോഴേക്കും ഞാൻ ചെന്ന് അവനെ പിടിച്ചേക്കാം. ഇപ്പോൾ എല്ലാ ബോംബുകളും എന്റെ വാക്യൂം ക്ലീനറിനകത്തായി കഴിഞ്ഞു. എന്റെ ദൈവമേ, അത് കണ്ടോ? അവസാനായിട്ടുള്ള ബോംബ് ദാ അവിടെയുണ്ട്. ഞാനൊരു പക്ഷേ ഓവറായിട്ട് ബോംബുകൾ തിന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഡയറ്റിംഗ് ചെയ്തേ പറ്റൂ. കീക്കോ, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഡീൽ ചെയ്യാം. വേണ്ട സൂപ്പർ സ്പീഡോ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. നീ ചെന്ന് സ്റ്റാച്യൂനെ വീണ്ടെടുക്ക. ഓക്കെ കീക്കോ, ഞാൻ ആ സ്റ്റാച്യു ബാഗ് എടുത്ത് മേളിലേക്ക് പോയേക്കാം. പ്ലാൻ ബി. Okay, Bakar. Plan B in action now. സൂപ്പർ സ്പീഡോ, സ്റ്റാച്യു വിട്ടിട്ട് ആദ്യം ജനങ്ങളെ രക്ഷിക്കുക. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 678. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 678. കീക്കോയുടെ ബ്രില്യൻസിന് മുൻപിൽ എത്ര വലിയ വില്ലനായാലും തീർച്ചയായും തോറ്റുപോകും. ഇത് കണ്ടോ കീക്കോ, ഞാൻ എല്ലാവരെയും രക്ഷിച്ചു. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും. ഗോ ഗോ ഗോ. ഓ നോ, കീക്കോ കൊക്കയ്ക്കകത്ത് വീഴാതെ ഞാൻ രക്ഷിച്ചേ പറ്റൂ. താങ്ക് യു സൂപ്പർ സ്പീഡോ. മെൻഷൻ നോട്ട് ബ്രോ, വി ആർ ഫ്രണ്ട്സ്. പക്ഷേ ആ അക്കഡ് ബക്കറ്റിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ സ്റ്റാച്യൂമ എസ്കേപ്പായി കാണും. ഇതിപ്പോ വലിയ പ്രശ്നമായി തീർന്നല്ലോ. ഇത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ആ സ്റ്റാച്യൂനെ കൊള്ളയടിച്ചു പോയിരിക്കുകയാണല്ലോ. മമ്മി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷേ ഞാനും കീക്കോയും അതെങ്ങനെയെങ്കിലും എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ അക്കഡ് ബക്കറ്റിനെ നമ്മൾ ഇനി എവിടെ പോയി തേടും? പോരാത്തതിന് അവന്മാര് മാസ്കും അണിഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെ അടയാളം കണ്ടുപിടിക്കാനും പറ്റില്ല.
ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂരം വരെ അവരെ ഫോളോ ചെയ്ത് നോക്കിയതാ. പക്ഷേ അവർ സ്റ്റാച്യു എടുത്തുകൊണ്ടുപോകുന്ന കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെങ്ങോട്ടാ പോയത്? ദേ ആ സൈഡിലേക്കാ, നോർത്ത് ഡയറക്ഷനിലേക്കാ പോയത്. നോർത്ത് ഡയറക്ഷൻ. കമോൺ സൂപ്പർ സ്പീഡോ. ഞങ്ങൾ നിന്റെ ഒപ്പം വന്നേക്കാം. ഒരു മിനിറ്റ് സൂപ്പർ സ്പീഡോ, യു ടേൺ എടുക്ക്. നമുക്ക് ആ 2 ഗാർഡ്സിനെ ഫോളോ ചെയ്യാം. വേഗം. കീക്കോ, നീ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ why? ആ 2 ഗാർഡ്സും നമ്മളെ നോർത്ത് ഡയറക്ഷനിലല്ലേ പോവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാണ് നമ്മൾ യു ടേൺ എടുത്ത് പോകുന്നത്? കാരണം സ്റ്റാച്യു അടിച്ചു മാറ്റുന്നത് വേറെ ആരുമല്ല, ആ 2 ഗാർഡ്സ് തന്നെയാണ്. എന്റെ ദൈവമേ, ഇത് അതിഭയങ്കരമായ സസ്പെൻസ് കഥ പോലെ ഉണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിക്കട്ടെ. ഈ കാര്യം നീ എങ്ങനെയാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കീക്കോ? ഞാൻ ആ മാസ്ക് ഇട്ട 2 കള്ളന്മാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോ അറിയാതെ ഒരാളുടെ ഷൂ അല്പം ഡാമേജ് ആയിപ്പോയി. ഇപ്പൊ അവര് 2 പേരും നമ്മുടെ മുമ്പിൽ വന്ന് നിന്നില്ലേ, അതിൽ ഒരുത്തന്റെ ഷൂ അതേപോലെ ഡാമേജ് ആയിരുന്നു. അത് കൊള്ളാലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ രണ്ടുപേരും മാസ്ക് ഇട്ട് മുഖം മറച്ചിട്ട് കൊള്ളയടിച്ചിരിക്കുകയാണല്ലേ? അതാണ് കാര്യമെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ നീ എന്തായിരുന്നു അവരെ പിടികൂടഞ്ഞത്? അവർ നമ്മളെ നോർത്ത് ഡയറക്ഷനിലേക്ക് അയച്ചിട്ട് മിസ്ഗൈഡ് ചെയ്തതല്ലേ? കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെ 2 പേരെയും വെച്ചോണ്ട് മറ്റാരോ ആണ് കൊള്ളയടിച്ചത്. അവർ തങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ആ ശില്പം അടിച്ചു മാറ്റി രക്ഷപ്പെട്ടിരുന്നേനെ. ഏതോ ഒരു 3ാമത്തെ ആൾക്ക് വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്യുന്നേ. എന്നെ കളിപ്പിക്കാൻ നോക്ക. ആ ഒറിജിനൽ കള്ളനെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മളിപ്പോ ഇവന്മാരെ ഫോളോ ചെയ്തേ പറ്റൂ. അതാണ് കാര്യമെങ്കിൽ ഫ്ലൈയിങ് സൂപ്പർ സ്പീഡ് ഓൾറെഡി. കണ്ണെത്തും ദൂരം വരെ ആരെയും കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ, ഒരു അല്പം മേളിലോട്ട് നോക്ക്. ഓഹോ, അവര് നമ്മൾ താഴെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവര് മുകളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങള് പോകും ഗോ ഗോ ഗോ. നല്ല രസമുണ്ടായിരുന്നു. ഈ മാസ്കിന്റെ സഹായത്തോട് നമ്മൾ എല്ലാവരെയും പറ്റിച്ചു. കീക്കോയും സൂപ്പർ സ്പീഡോയും കള്ളന്മാരെ നോർത്ത് ഡയറക്ഷനിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളോ ഇവിടെയാണുള്ളത്. ഈ സ്റ്റാച്യു കൊണ്ടുപോയി ജോണ്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് പണമുണ്ടാക്കാം. സൂപ്പർ സ്പീഡോ, ഇതിൽ കൂടുതൽ വിട്ടുവെച്ചാൽ അക്കട് ബക്കട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 214. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 214. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ വളരെ ശക്തിമാന്മാരാണ്. നമ്മൾ അറിയാതെ അവർ നമ്മളെ ഫോളോ ചെയ്ത് വന്നിരിക്കുക. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാൻ ഞാൻ. കീക്കോ, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവർ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാ? കീക്കോ, അവന്റെ മിസൈൽ എന്റെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും. ശരി സൂപ്പർ സ്പീഡോ, നീ ഓട്ടോ റിപ്പയർ ചെയ്യേ. അതുവരെ ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ച് ഞങ്ങള് പോകും ഗോ ഗോ ഗോ.
ഇപ്പൊ ആ സ്റ്റാച്ചു സ്വന്തമാക്കണമെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബക്കട് ബക്കട് ബോംബെ ബോ, കൊള്ളയടിച്ച് ഞങ്ങൾ പോകും. ഗോ ഗോ ഗോ. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ കേബിൾ കാർസും എന്റെ കൺട്രോളിലാ ഉള്ളത്. എനിക്ക് എന്റെ ഇഷ്ടം പോലെ അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ പറ്റും. എന്നാ പിടിച്ചോ, നീ എന്നോട് ചോദിച്ച പണത്തേക്കാൾ പല മടങ്ങ് അധികമായിട്ടാണ് തന്നിരിക്കുന്നത്. അതെന്തിനാ? കാരണം ഞാൻ ഈ സ്റ്റാച്ചു ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും കീക്കോയെ തടഞ്ഞു നിർത്തണം. ദേ അങ്ങോട്ട് നോക്ക്. ജോന്തി, നിങ്ങൾ പൊക്കോ. ഈ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കീക്കോ, ഇവര് രണ്ടുപേരും നമ്മളെ ഒരു വഴിയാക്കി. പക്ഷേ ജോണ്ടി സ്റ്റാച്യൂമായി എസ്കേപ്പ് ആയിരിക്കാണ്. നീ സമ്മതിച്ചാൽ ഞാൻ അവരെ ഫോളോ ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ. ഒരുപക്ഷെ അവൻ നിന്റെ നേർക്ക് വീണ്ടും ഒരു മിസൈൽ ഷൂട്ട് ചെയ്താ നിനക്ക് മുറിവേൽക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു കേബിൾ കാറിൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. കൊള്ളാം, നിങ്ങൾ എല്ലാവരും എന്നെ കേബിൾ കാറിൽ ഫോളോ ചെയ്ത് വരികയാണല്ലേ. എല്ലാ കേബിൾ കാറിനെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ ലോകത്തെയും ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. ഇന്ന് ആ കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും. Super Speedo, activate formula number 8. Okay bro, activating formula 8. ഷെടാ, എന്താ ഇതൊക്കെ? ജോണ്ടി ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി കളഞ്ഞല്ലോ. Super Speedo, please activate formula number 817. Of course bro, initiating formula 817.
വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. മലപ്രദേശങ്ങളുള്ള സ്ഥലത്ത് കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭ്യാസങ്ങൾ കാണിച്ചു അല്ലേ? ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന അർത്ഥം, നീ പോകേണ്ട സ്ഥലം ജയിൽ. അവിടെ വെച്ച് ഞങ്ങൾ നിന്റെ എല്ല് മൊത്തം എണ്ണിയെടുക്കും. ഈ സ്റ്റാച്ചുവിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. സാധാരണ ഫെന്റാസ്റ്റിക് അല്ല, സൂപ്പർ ഫെന്റാസ്റ്റിക്. പക്ഷേ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ പോലെ ഫെന്റാസ്റ്റിക് ആയി വേറൊന്നുമില്ല. കീക്കോ, സൂപ്പർ സ്പീഡോ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. മന്ത്രിജിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്. നീ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ ഈ മെറ്റൽ മനുഷ്യന്റെ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്താൽ മതി. പിന്നെ അവൻ മേയറിനെയും നിന്റെ കൂട്ടുകാരിയെയും ചമ്മന്തിയാക്കും. അത് വേണ്ട, ഒന്ന് സമാധാനിക്കോ. ശരി, ഈ മന്ത്രിയെ ഔട്ട് ഓഫ് സിറ്റിയിലേക്ക് കൊണ്ടുപോയേക്ക്. അവനെ വെച്ച് ഞാൻ ഒരു ലൈഫ് സ്റ്റാച്ചു ചെയ്യാൻ പോവുകയാണ്. ബെസ്റ്റ് ഔട്ട് ഓഫ് വെസ്റ്റ് എക്സിബിഷനിൽ എല്ലാവരും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അല്ലേ ട്വിങ്കിൾ ആൻഡ് ഡോഡോ? അത് സാധാരണ അടിപൊളിയല്ല, ഇടിവിട്ട് അടിപൊളി. ഏതായാലും ഞാനൊരൽപ്പം കാഷ്യൂനട്ട് കഴിച്ചോട്ടെ. വേസ്റ്റ് വെച്ച് ആർട്ട് ചെയ്യുന്ന കാര്യം ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ ഡൂപ്പർ ഐഡിയ. എന്നോട് ചോദിച്ചാൽ ഇവിടെ ആർട്ട് വർക്ക് കുറവാണ്, വേസ്റ്റ് ആണ് കൂടുതലുള്ളത്. ഇതിൽ അത്രയ്ക്കും ഭംഗി എന്നൊക്കെ പറയാൻ എന്താ ഉള്ളത്? ടോണി ബോസിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. ഇതുവരെ ഒരു കാര്യവും ശരിയായി ചെയ്തിട്ടുമില്ല. സൺസിറ്റിയുടെ വലിയ ചെറിയ കൂട്ടുകാരെ, സൺസിറ്റിയുടെ ആർട്ട് ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലേ? ഈ വർഷത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം വേൾഡ് ഫേമസ് ആർട്ട് മാസ്റ്റർ ഫേക്ക് ചന്ദ് മാസ്റ്റർ ചെറിയൊരു സ്പീച്ച് തന്നാൽ കൊള്ളാമായിരുന്നു. ഈ ഫേക്ക് ചന്ദ് വളരെ ഫേമസ് ആയ ആളാന്ന് തോന്നുന്നു. സൺ സിറ്റി സിറ്റിസൺ, താങ്ക് യു. ഞാൻ വളരെ വലിയ കാര്യങ്ങൾ ലോകത്തുള്ള സിറ്റികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കയിലെ ഐഫിൽ ടവർ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇയാളെന്തായാലും തലകീഴായിട്ട് പറയുന്നത്? എല്ലാം തലകീഴായിട്ടാണല്ലോ സംസാരിക്കുന്നത്. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് അമേരിക്കയിലാണുള്ളത്. പിന്നെ ഈഫൽ ടവേഴ്സ് അത് പാരീസ് ഫ്രാൻസിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് HNGയും നമ്മളെ മേയറിനെ പോലെ പിച്ചും പേയും പറയാൻ തുടങ്ങിയെന്നാ. ഇപ്പോൾ നിങ്ങളുടെ സൺസിറ്റിക്ക് വേണ്ടി ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ഒരു സ്പെഷ്യൽ ഐറ്റം. എന്റെ ദൈവമേ,
മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഈ സാധനം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കീക്കോ നിനക്കെന്തെങ്കിലും പിടി കിട്ടിയോ? ഒന്നും മനസ്സിലാവുന്നില്ല ട്വിങ്കിൾ. ഇതൊരു പുതിയ ആർട്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഫീക്ഷൻ താങ്കൾ എന്താ പറയുന്നെന്ന് നോക്കാം. ഇതാണ് എന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കേ ഇതിന്റെ വണ്ടർ ആൻഡ് ചണ്ടർ. ബിഗ് താങ്ക് യു ഫേക്ക് ചാന്ദ്. സൺസിറ്റിയുടെ പ്രിയ കൂട്ടുകാരെ, ഇത് ശരിക്കും കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലേ? ഇത് വളരെ വലിയ അതെന്തെങ്കിലും ആവട്ടെ, അതിന്റെ ഇനോഗ്രേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് അതിന്റെ ഇനോഗ്രേഷൻ. നമ്മുടെ മന്ത്രിയാണ് അത് നിർവഹിക്കാൻ പോകുന്നത്. ചേടാ, എന്താ ഇതൊക്കെ? അല്ല, ഇവൻ ആരാ? ആരായാലും ശരി, അവൻ നല്ലവനല്ല. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ഹവർ ബോർഡിൽ ഒരു അങ്കിൾ പറഞ്ഞോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അയാളെ ഫോളോ ചെയ്യണം. വേഗം ചെല്ല്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 176. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 176. കീക്കോ, ആ പറക്കുന്നയാള് സൺസിറ്റിയുടെ പവർ സ്റ്റേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നാണ് ടോട്ടൽ സൺസിറ്റിക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ആവുന്നത്. അല്ല, അയാൾ ആരാ? അയാൾ എന്തിനാ ഇപ്പൊ പവർ സ്റ്റേഷനിലേക്ക് വന്നത്? അവന്റെ പോക്കത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ദേ അവൻ അവിടെയുണ്ട്. ഷാലായി ഷൂട്ട് ചെയ്യും? വേണ്ട സൂപ്പർ സ്പീഡോ, മുന്നറിയിപ്പ് നൽകാതെ ഷൂട്ട് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. കുറച്ച് അടുത്തേക്ക് ചെല്ലേ. അയാൾ വളരെ വ്യത്യസ്തമായ ഡിസ്കിലാണല്ലോ പറക്കുന്നത്. നിൽക്കൂ മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് പറയൂ. പറക്കുന്ന കാറോ, പറക്കുന്ന കുട്ടികളോ? ഞാനാണ് ഹൂക്ക ഹൂക്ക ഹവോമാൻ. അതെയോ? ഹൂക്ക ഹൂക്ക ഹവാമാൻ, നീ ആദ്യം താഴെ ഇറങ്ങി വാ. ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നതല്ല, സൺ സിറ്റിയിലെ പവർ ടവറിൽ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. വാ. എന്താ ചെയ്യാൻ പോന്നെ? ഇപ്പൊ ഈ കുട്ടികളെ ഇവിടുന്ന് ഓടിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞു. കീക്കോ, അവന്റെ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ഡാമേജ് ആയി പോയി. എന്റെ ഫ്ലൈ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്പസമയത്തിനകം നീ ക്രാഷ് ആയി പോകും. ഞാൻ ആ പവർ ടവറിന്റെ ബാറ്ററി അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അവൻ
അവനങ്ങ് പോയല്ലോ. ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. തീർച്ചയായും ക്ലാഷ് ലാൻഡ് ആവുന്ന എനിക്ക് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യ്. എന്നിട്ട് ഫിജിക് ഫിന്നർ എജക്ട് ചെയ്യ്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 283. ഓക്കെ ബ്രോ. ഞാൻ ഇതുവരെ പലവിധമായ കൊള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കള്ളൻ ബാറ്ററി അടിച്ചു മാറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ കറണ്ട് ഇല്ലാതെ ഞാൻ എന്റെ ടിവിയിൽ എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ എങ്ങനെയാണ് കാണുക? ഇത് ഏത് തരം പേരാണ് വെച്ചിരിക്കുന്നത്? ഈ വില്ലൻ ഹോക്ക ഹോക്ക ഹൗവമാൻ. അയ്യോ മേയര്, ഈ കരച്ചിലൊന്ന് നിർത്ത്. എന്നിട്ട് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, ആലോചിക്ക്. എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാകാത്തത്. എന്തിനാ ഒരുത്തൻ ബാറ്ററി ഷാറ്ററേക്ക് അടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നേ? അതും അത്രയ്ക്കൊരു പവർഫുൾ ആയ ബാറ്ററി. എനിക്ക് തോന്നുന്നു ഹോക്ക ഹോക്ക ഹൗവമാൻ ഈ ഇരുട്ട് പ്രയോജനപ്പെടുത്താൻ പോവാന്നാ. പക്ഷേ അവന്റെ പ്ലാൻ എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടോ, ഒരു VIP ആയതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടോ? ലൈഫിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും കിട്ടും. മേയർ എനിക്ക് വേണ്ടി ജനറേറ്റർ ഷൺറേറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഇത് ഞാനാ നിന്റെ കൂട്ടുകാരൻ. ബാറ്ററി ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമ്മുടെ പകരം വീട്ടലിന്റെ പണിയാണ്. നാളെ മന്ത്രിജി ഇവിടെ എത്തും. അദ്ദേഹം എന്റെ ജന്മ ശത്രുവാണ്. ശത്രുവിന് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാതെ വിടാൻ പാടില്ല. പക്ഷേ കീക്കോയും സൂപ്പർ സ്പീഡോയും അവിടെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ അത് ചെയ്യാനാ? അവര് രണ്ടുപേരും വളരെ ഈ ബ്രില്യന്റ് ആണ്. കൊച്ചുചെക്കനും അവനെ തടഞ്ഞു നിർത്താൻ എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ നീ ആ ബാറ്ററി കൂടെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫിക്സ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് ഫിക്സ് ചെയ്തു. തീർച്ചയായും ബാറ്ററി ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ഒൻപത് മണിക്കുള്ളിൽ ഈ ആർട്ട് എക്സിബിഷന്റെ ഇനോഗ്രേഷൻ തുടങ്ങും. മന്ത്രി സാറും ഇവിടെ എത്തും. പക്ഷേ ഇതുവരെ ഹോക്ക ഹോക്ക ഹൗവമാനെ കുറിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ലല്ലോ. എന്താണെന്നറിയില്ല, എന്റെ മനസ്സ് പറയുന്നു വലിയ എന്തോ ആക്രമണം നടക്കാൻ പോവാന്ന്. മന്ത്രിജി എവിടെയാ ഉള്ളത് മേയർ? അദ്ദേഹം ഇപ്പോൾ ഓൺ ദി വേയിലായിരിക്കും. ട്വിങ്കിൾ, ഡോഡോ അലേർട്ടായിരിക്കണം. ഇനി 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഈ മന്ത്രിശന്ത്രി എവിടെയാ പോയി തൊലഞ്ഞത്? നിങ്ങളിപ്പോ എന്തുദ്ദേശിച്ചാ 10 മിനിറ്റ് ബാക്കിയുള്ളെന്ന് പറഞ്ഞത് അങ്കിൾ? മന്ത്രി സാർ എത്തിക്കഴിഞ്ഞു. മന്ത്രി സാർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം മന്ത്രി സാറേ. നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ടോട്ടൽ സൺസിറ്റിക്കും വളരെ അഭിമാനമുണ്ട്. വരൂ വരൂ. എന്താ മേയർ ചെയ്തതൊക്കെ? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോ എന്നെ കൊണ്ട് വരാതിരിക്കാൻ പറ്റുമോ?
ഗുഡ് മോർണിംഗ് മന്ത്രി, ഹൗ ആർ യു? ഷെടാ ഫേക്ക് ശാന്ത്. ശരിക്കും പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഞാൻ നിങ്ങളുടെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ കാണാൻ കാത്തിരിക്കുക. ഒരു കാര്യം പറയട്ടെ, ഇനി ഒരു അല്പ സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഫേക്ക് ചാന്ത്, എന്ത് കളിയാണിതൊക്കെ? ഇതാണ് എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മേയർ. ഇന്നത്തെ എന്റെ പ്ലാൻ മന്ത്രിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫേക്ചൻ തങ്ങളുടെ മെറ്റൽ സ്കൾപ്ചർ ഒരു മെറ്റൽ മോൺസ്റ്ററായി മാറിയിരിക്കുക. അതിന് പവർ സപ്ലൈ കൊടുക്കാനാ പവർ സ്റ്റേഷനിൽ നിന്ന് ബാറ്ററി അടിച്ചു മാറ്റിയത്. അതാ മെറ്റൽ മോൺസ്റ്ററിന്റെ അകത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ ആ മെറ്റൽ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും ആ മന്ത്രിയെ രക്ഷിക്കണം. യെസ് ബഡി, ലെറ്റ്സ് ഗോ. ഓക്കേ ബഡി. വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ആരെങ്കിലും രക്ഷിക്കൂ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. കീക്കോ, സൂപ്പർ സ്പീഡോ, അവന്റെ കളി കൂടുന്നു. ഹോക്ക ഹോക്ക ഹവാമാനെ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നീ റെഡിയാണോ? എവർ റെഡി ബ്രോ. എന്നാ ശരി വാ, ഹോക്ക ഹോക്ക ഹവാമാനെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു വ്യത്യസ്തമായ ഫോർമുല. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 104. പെർഫെക്റ്റ്. ആക്ടിവേറ്റിംഗ് ഫോർമുല 104. ചേടാ, അത് തിരിച്ചിപ്പോ എന്റെ നേർക്ക് വരികയാണല്ലോ. എന്റെ ഫ്ലൈയിങ് ബോർഡ് തകർന്നു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? നിന്റെ ചിറക് മൊത്തത്തിൽ ഞങ്ങളങ്ങ് വെട്ടി എറിഞ്ഞു കളഞ്ഞില്ലേ? വാ സൂപ്പർ സ്പീഡോ, നമുക്ക് താഴെ ചെന്ന മെറ്റൽ മോൺസ്റ്ററിനെ തടഞ്ഞു നിർത്താം. മന്ത്രി സാറിനെ രക്ഷിക്കണം. വേഗം വാ. ഹോക്ക ഹോക്ക ഹോമാൻ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ചെന്ന മെറ്റൽ മോൺസ്റ്ററിനെ ഡിഫ്യൂസ് ചെയ്തേക്കാം. അയ്യോ, ആരെങ്കിലും രക്ഷിക്ക്. എന്നെ വിട്. കീക്കോ, രക്ഷിക്ക്. എന്താ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ടെൻഷൻ കൂടുക. ഞാനിപ്പോ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. കീക്കോ, സൂപ്പർ സ്പീഡോ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. മന്ത്രിജിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്. നീ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ ഈ മെറ്റൽ മനുഷ്യന്റെ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്താൽ മതി. പിന്നെ അവൻ മേയറിനെയും നിന്റെ കൂട്ടുകാരിയെയും ചമ്മന്തിയാക്കും.
അത് വേണ്ട, ഒന്ന് സമാധാനിക്കുക കീക്കോ. ശരി, ഈ മന്ത്രിയെ ഔട്ട് ഓഫ് സിറ്റിയിലേക്ക് കൊണ്ടുപോയേക്ക്. അവനെ വെച്ച് ഞാൻ ഒരു ലൈഫ് സ്റ്റാച്ചു ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും സൂപ്പർ സ്പീഡോ? നമ്മൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും മന്ത്രി സാറും നമ്മുടെ കൂട്ടുകാരും വലിയ അപകടത്തിലാവും. മെറ്റൽ മോൺസ്റ്ററിന് ഫുൾ പവർ കിട്ടാൻ കാരണം ആ ബാറ്ററിയാണ്. അതില്ലെങ്കിൽ ആ മെറ്റൽ മോൺസ്റ്റർ ഒന്നുമല്ലാതെയായി പോവും. സൂപ്പർ സ്പീഡോ, നമ്മൾ മെറ്റൽ മോൺസ്റ്ററിനെ അങ്ങനെ പോകാൻ അനുവദിക്കരുത്. റെഡിയാണോ? റെഡി ബ്രോ. ലെറ്റ്സ് ഗോ. എടാ കൊച്ചു ചെക്ക, അവിടെ തന്നെ നിൽക്ക്. നീ ഇപ്പൊ മെറ്റൽ മോൺസ്റ്ററിന്റെ പുറകുവശത്തേക്ക് ചെല്ലേ. കം ഓൺ. യെസ് ബ്രോ. സോറി. അയ്യോ അയ്യോ അയ്യോ, എന്റെ ശരീരത്തിലുള്ള എല്ലുകളെല്ലാം തകർന്നെന്താ തോന്നുന്നത്. കീക്കോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ രണ്ട് ബാറ്ററിയും കാണുന്നുണ്ടോ സൂപ്പർ സ്പീഡോ? അതെ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 96. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 96. അവിടെ നിക്ക് ഫേക്ക് ചന്ദ്. നീ ഈ സിറ്റിക്ക് വലിയൊരു ഗിഫ്റ്റ് ആണ് തന്നത്. റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങാതെ പോയാൽ എങ്ങനാ? അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ വലയിൽ വന്ന് വീണു പോയില്ലേ. സാർ, ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നീ ഇപ്പൊ ഈ സൺസിറ്റി മൊത്തം ചുറ്റിക്കറങ്ങി നോക്കിയില്ലേ? പക്ഷേ ഒരു പ്രാവശ്യം കൂടി കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ് സൺസിറ്റിയുടെ സൂപ്പർ ഹീറോകൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഹീറോ അല്ല, രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ ഹീറോ. സൂപ്പർ മാത്രമല്ല, സൂപ്പർ ഡൂപ്പർ ഹീറോ.